ഇതാണ് നൂൽ പൊറോട്ട ട്ടാ. നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് സിമ്പിളായിട്ട് അടിപൊളി നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മൈദമാവാണ്. അത് നമുക്ക് നന്നായിട്ട് കുഴച്ച് വെക്കാം. ഇനി നമുക്കിതിൽ ആദ്യം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാത്ത പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഉപ്പിൻ്റെ കട്ട ഉണ്ടോ എവിടെയെങ്കിലും? പഞ്ചസാരയും ഉപ്പും എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മിക്സാക്കണത് ഫസ്റ്റിൽ തന്നെ കേട്ടോ. നമ്മൾ പൊടി എന്തെടുത്താലും കുഴയ്ക്കുമ്പോൾ ആദ്യം ഉപ്പിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് വേണം കുഴയ്ക്കാൻ, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട അടിച്ചൊഴിക്കാം. 2 കോഴിമുട്ട അടിച്ചൊഴിക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൽ പഞ്ചസാര ഇട്ടത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു മൊരിമൊരിപ്പും ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടത്. ഇനിയിപ്പോൾ കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചാൽ മതി, അപ്പോൾ ശരിയാവും കേട്ടോ. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇത് കുഴയ്ക്കുമ്പോൾ ഒരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല കുഴഞ്ഞ് കിട്ടുക കേട്ടോ. മാവൊന്ന് കൂടി ഉരുണ്ട് വന്ന ടേബിളുമായിട്ട് കുഴയ്ക്കാം. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഉരുണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടേബിളും ഒരിച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ പുരട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ പൊറോട്ടയുടെ ഉരുള എടുത്ത് ഇതിൽ വെക്കാം. ഇനിയാണ് മക്കളെ 1.5 കുഴയ്ക്കൽ, പൊറോട്ട കുഴയ്ക്കൽ. ഇതിപ്പോൾ മാവ് കുഴച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിക്കണത്. നമുക്കിനി പാത്രത്തിലേക്ക് ഇത് എടുത്ത് വെക്കാം. ആദ്യം ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഇച്ചിരി എണ്ണ പുരട്ടാം, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഞാനിവിടെ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം പാത്രത്തിൻ്റെ. ഈ മാവിൽ നമുക്ക് നന്നായിട്ട് ഓയിൽ പുരട്ടാം, അടിയിലും മേലെയും ഒക്കെ പുരട്ടാം കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും പുരട്ടി ഓയിൽ പുരട്ടി. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഓയിൽ എന്ന് പറഞ്ഞത് പാം ഓയിലാണ് എടുത്തിക്കണത് കേട്ടോ. അതാണ് പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിൻ്റെ മേലെ ഈ നനഞ്ഞ തുണി ഒന്ന് ഇതിലേക്ക് വിരിച്ചു കൊടുക്കാം. നനഞ്ഞ തുണിയും വിരിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയും കൂടി വെച്ചൊന്ന് മൂടി കൊടുക്കാം. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് മൂടി കൊടുക്കണ, നനഞ്ഞ തുണി കൊണ്ട് മൂടി കൊടുക്കണ എന്തിനാന്ന് പറഞ്ഞാൽ അത് സോഫ്റ്റായിരിക്കാനാണ്. നമ്മളിനി 3 മണിക്കൂർ കഴിഞ്ഞെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അതില്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് മൂടിയില്ലെങ്കിൽ എണ്ണ പുരട്ടിയാലും ഒരു ഉണങ്ങിയതുപോലെ, ഒരു വരണ്ടതുപോലെ ഉണ്ടാവും. പിന്നെ മൂടി കൊണ്ട് മൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് പിന്നെ മൂടി ഉള്ളത് കൊണ്ട് അതിട്ട് മൂടിയതാണ്. അങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ടയ്ക്ക് കുഴച്ച് വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ ടൈമില്ലെങ്കിൽ 1/2 ടീസ്പൂണ് അപ്പസോഡ ഇട്ടാൽ മതി. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് കുറച്ച് പൊന്തി വരും.
ഇത് 3 മണിക്കൂർ വെക്കുന്നത് ഇത് പൊന്താനാണ്. ഇത് അപ്പസോഡ ഇല്ലാതെ 3 മണിക്കൂർ വെച്ചിട്ടാണ് ഈ പൊന്തി വന്നിക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ പൊന്തി വന്നിക്കുന്നത്. ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ച് കൊടുക്കാം. മാവ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അയ്യ ഇപ്പം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്കിനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഏറില്ലാതെ ഇങ്ങനെ എടുക്കുക. ഇതേപോലെ എല്ലാതും ആക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാതും ഈ വലുപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് എല്ലാതും ഒന്ന് ഓയിൽ പുരട്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് പൊറോട്ട പരത്തി നൂല് പോലെ മുറിച്ചെടുക്കാം. ആദ്യം നമുക്ക് ടേബിളിൽ വെച്ച് എണ്ണ പുരട്ടാം. ഓയിലാണ് കേട്ടോ, പാം ഓയിൽ. നമുക്ക് ഒന്ന് ഇതിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഈ കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് നെക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതായി ഞാൻ കൊടുക്കണ പോലെ. ആദ്യം നടുക്കുന്ന സൈഡിലേക്ക് വരണേ. ഇനിയിപ്പോൾ ഇത് അടിക്കാൻ അറിയണവർക്ക് അടിച്ചിട്ട് മുറിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിൽ ഇച്ചിരി കൂടി എണ്ണ പുരട്ടിയെടുക്കാം. ഓയിലാണ് പുരട്ടണത്. ഇതിൽ ഇച്ചിരി നമുക്ക് ഓയിൽ പുരട്ടി കൊടുത്ത് ഇനി നമുക്ക് ഈ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ കൂട്ടി കൂട്ടി ഒന്നിച്ചിട്ടാക്കിയെടുക്കാം. ഓയിലുള്ളത് കൊണ്ട് ഒന്നാവില്ല കേട്ടാ. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇനി നമുക്ക് അതേപോലെ നെക്കിയെടുക്കാം. കയ്യുടെ ഇവിടം കൊണ്ടിട്ടാണ് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും 4 വശത്തും ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് പരത്തി വെച്ച പൊറോട്ട ചുട്ടെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദോശച്ചട്ടിയാണ്, ഇരുമ്പിൻ്റെ ദോശച്ചട്ടി. അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം പൊറോട്ട ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ചട്ടി നന്നായിട്ട് ചൂടാവട്ടിട്ട് എന്നിട്ട് നമുക്ക് പൊറോട്ട ഇട്ടിട്ട് നല്ല അടിപൊളിയായി ചുട്ടെടുക്കാം. നമുക്കിനി ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലിൽ നമുക്ക് ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കാം. ഇത് നമുക്കിനി എടുക്കാം. എന്താ കൈ കൊണ്ടാക്ക്.
നമുക്ക് ഈ പൊറോട്ട ചൂടോടെ അങ്ങനെ അടിച്ചെടുക്കാം. ഇപ്പം ഇത് കണ്ടില്ലേ, എതളായിട്ട് വരുന്നത് കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ട നല്ല സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാവ് കുഴച്ച് വെയിറ്റ് ചെയ്യേണ്ട സമയം മാത്രമേ നമുക്ക് വേസ്റ്റായി പോകുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഓക്കെയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.